ഹായ് വെൽക്കം ടു ട്രാവൽ ബിസി ബി. ഇത് ലണ്ടനിലെ സ്ട്രീറ്റിലെ കാഴ്ചകളാണ്. ഇത് മറ്റൊന്നുമല്ല, കേംഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റാണ്. അവിടെ ഒത്തിരി അധികം സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന സ്ഥലമാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഡെസേർട്ട്സ് ഉണ്ട്, അല്ലാതെ തന്നെ കുറേ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ തന്നെ സാമ്പിൾസ് കിട്ടും. ഇതേ കാണുന്ന പോലെ നല്ല ചീസ് പാസ്താസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കത് ഓർഡർ ചെയ്യാൻ മേടിക്കാൻ ദേ കാണുന്നതാണ് കേംഡൻ മാർക്കറ്റ്. നമ്മളീ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ച നിറയെ ഷോപ്പുകളുണ്ട്, നല്ല തിരക്കാണ്, കുറേ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസാണ്. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ തട്ട് കടകളുണ്ടാവും. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കൊരു അടിപൊളിയായിട്ട് ഒരാൾ പാടുന്നുണ്ടായിരുന്നു. ഇതേ കാണുന്ന ആ പുള്ളി അവിടെ നിന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്ന കാഴ്ച കാണാം. പിന്നെ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ലേക്ക്, ഒരു ബ്രിഡ്ജ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ കാഴ്ചകൾ. Something in the distance, so close you can almost taste it. Release your inhibition. ഫുഡ് സ്റ്റോളിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് നല്ല തിരക്കാണ്. അത് മാത്രമല്ല ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ സ്റ്റോൾസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പാസ്ത കിട്ടുന്ന സ്ഥലം. അവിടെ പാസ്ത കിട്ടുന്ന സ്ഥലത്തെത്തി നമ്മൾ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ലൈവായി തന്നെയാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ വെച്ചത് പ്രിപ്പയർ ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷാണ്. അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഹോട്ടായിട്ട് നമുക്ക് കഴിക്കാൻ തരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അവർ നമുക്ക് സാമ്പിൾ തരുന്നുണ്ട് അതിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ആ സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അതിൽ നിന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ചീസ് പാസ്തയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അത് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ 2 ഫ്ലേവർ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഒന്ന് ബീഫും ഒന്ന് മഷ്റൂമും. അതാ നമ്മുടെ ഓർഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള പാസ്ത കിട്ടുന്നത് കേംഡൻ മാർക്കറ്റിനുള്ളിലെ ഷോപ്പായിട്ടുള്ള ദി ചീസ് വീൽ എന്ന് പറഞ്ഞ ഷോപ്പാണിത്. അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിന്നിട്ട് കുക്ക് ചെയ്യുന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഞാൻ ബീഫ് പാസ്തയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത്. നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റോൾസും എക്സ്പ്ലോർ ചെയ്യാണ്. നല്ല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും കാണുമ്പോൾ തന്നെ മൗത്ത് വാട്ടറിങ് ആണ്. ഡച്ച് പാൻ കേക്ക്സ് ഉള്ള കടയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ബർഗേഴ്സ്, ഫിഷ് ആൻഡ് ചിപ്സ്, ചൈനീസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകളാണ് നെക്സ്റ്റ് വരുന്നത്. ഇങ്ങനെ മിക്ക ഷോപ്സിലും അവരിങ്ങനെ ടെസ്റ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. പുള്ളി എനിക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ക്രിസ്പി ചിക്കൻ തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഓർഡർ ആക്കാം. അതിൻ്റെ ഒരു ബൗൾ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അവർ സെർവ് ചെയ്ത് തരുന്നതാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ പോയപ്പോഴത്തേക്കാണ് ഒരു മലയാളി കുട്ടീനെ അവിടെ പരിചയപ്പെട്ടു നമ്മൾ. അപ്പോൾ ആ കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഇതുപോലെ തന്നെ കുറേ ഫുഡ് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. അവിടെ ഇങ്ങനെ ചിക്കൻ പെപ്പർ, അങ്ങനെ കുറേ ലാംബ്, അങ്ങനെ ഒരു കുറേ പഞ്ചാബി ഡിഷസ്, നമ്മുടെ ഇന്ത്യൻ ക്യുസീൻസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൊരു കടയാണത്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ്. നമ്മളിങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വേറൊരു സിസമി സീഡിൻ്റെ ബാസ് കിട്ടുന്ന ഒരു കടയാണ്. ഏകദേശം നമ്മുടെ പീനട്ട് ബാസൊക്കെ പോലുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സാമ്പിൾ തന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സിസമി ബാസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതും നമ്മൾ കുറേ പോയിട്ട് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും പിസ്തയുടെയും ഒക്കെ ഫ്ലേവേഴ്സ് ടേസ്റ്റ് ചെയ്തു. അടിപൊളി സാധനമായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു ഡെസേർട്ട് ഐറ്റമാണിത്.
നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ചൈനീസ്, ഇറ്റാലിയൻ, സ്പാനിഷ് ഈ 3 ക്യുസീൻസും ഒന്നിച്ചിട്ടുള്ള ഒരു കോംബോ ബോക്സാണ്. അത് എടുക്കുന്നതാണ് ഈ കാണുന്നത്. അതിനകത്ത് നൂഡിൽസ് ഉണ്ടായിരുന്നു, ചിക്കൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ക്രിസ്പി ചിക്കൻസ് ഫ്രൈ ചെയ്തപ്പോൾ ചെറിയൊരു മധുരമൊക്കെ വന്നിട്ടുള്ളൊരു ഫ്രൈ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ചൈനീസ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വെറൈറ്റീസ് ആയിട്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫുഡ് സ്റ്റോൾസിൽ നിന്ന് ഫുഡ് മേടിച്ച് ഇതുപോലെ കാണുന്നത് നല്ല ഗ്ലാസ് ലൈക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കേജസ് ഉണ്ട്. അതിനുള്ളിൽ പോയിരുന്ന് നമുക്ക് നമ്മുടെ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഈ ലണ്ടനിലാണ് ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനത്തെ മാർക്കറ്റിനുള്ളിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ പിസ്സ കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാർഗരീറ്റ പിസ്സാസ്. കൂടുതലും എനിക്ക് തോന്നുന്നത് ബേക്കൻ്റെ ഐറ്റംസാണ് മിക്കവാറും ഷോപ്സിൽ കൂടുതലുള്ളത്. നമ്മൾ കേംഡൻ മാർക്കറ്റിൻ്റെ വേറൊരു സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഡെസേർട്ട്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്നാൽ അവിടെ നല്ല ക്രൗഡഡാണ്. കണ്ട അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ്സിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറേ ഡെസേർട്ട് ഐറ്റംസ് ഇവിടെ കിട്ടും. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ. കാരണം ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് അവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. നല്ലൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസും നല്ല ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കേംഡൻ മാർക്കറ്റ് നൽകിയത്. അപ്പോൾ മറ്റൊരു ട്രാവൽ വ്ളോഗുമായി വീണ്ടും കാണും വരയ്ക്കും ബൈ ഫ്രം ട്രാവൽ ബിസി ബി.